കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പരാതിക്കാരൻ പ്രിൻസിപ്പൽ തന്നെയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് കൊച്ചി ഡിസിപിക്കാണ് പ്രിൻസിപ്പൽ പരാതി നൽകിയത്. ഹോളി ആഘോഷത്തിൽ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ വ്യക്തമാണ്. ലഹരി മരുന്ന് വാങ്ങാൻ പണപ്പിരിവ് നടക്കുന്നതായും പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പറയുന്നു. ഈ പരാതിയുടെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. കേസിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടി പിടിയിൽ. ഷാരിഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഷാരിഖിനെ ചോദ്യം ചെയ്തത്. ആഷിഖ് കോളേജിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥിയാണ്. കോളേജ് ഹോസ്റ്റലിലെ സ്ഥിരം സന്ദർശകനായിരുന്ന പ്രതി ഓഫർ നൽകിയാണ് കഞ്ചാവ് വിറ്റഴിച്ചത് എന്ന് വിവരമുണ്ട്. അതേസമയം ഈ കേസിൽ അറസ്റ്റിലായ ആകാശ് നിരപരാധിയാണെന്ന് സഹോദരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയവരെ കണ്ടവരുണ്ടെന്നും പിള്ളേർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ റൂമിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ്റെ റൂമിൽ വേറെയും പിള്ളേർ അവൻ്റെ റൂമിലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷേ അവൻ്റെ ബ്ലഡ് റിസൾട്ട് അതെല്ലാം അവൻ ഒന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമുണ്ട്. FIR ഉണ്ട്. എല്ലാം അവൻ ഇതിലെ നിരപരാധിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുമുണ്ട്. പക്ഷേ ഇനിയും എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ വലിയ വിഷമത്തിലാണ്. കാരണം അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവനല്ല. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, കേരളത്തിന്റെ ലഹരി മാഫിയ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നടുക്കുന്ന വിവരമായിരുന്നു കഴിഞ്ഞ ദിവസം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഈ ലഹരി കണ്ടെത്തിയത്. ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും ലഹരി കണ്ടെത്തി എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം ഇത്രയേറെ വർദ്ധിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം പോലീസിന് കണ്ടെത്തിയേ മതിയാവുകയുമുള്ളൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരുന്ന 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്ന് പരാതിക്കാരൻ പ്രിൻസിപ്പൽ തന്നെ എന്നുള്ളതും മറ്റൊന്ന് കൂടുതൽ കണ്ണികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നുണ്ട് എന്നുള്ളതുമാണ്. നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് പോകാം. ഈ പ്രിൻസിപ്പലിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ എപ്പോഴാണ് പരാതി നൽകിയത്? ഈ പരാതിയിലെ ഉള്ളടക്കം എന്താണ്? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ആദ്യം പറയാം സഹിൻ. സേതു, അതായത് 12-ാം തീയതിയാണ് പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ ചില കുട്ടികൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ തന്നെ ഇൻഫോമറായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിലും സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രിൻസിപ്പലിന് ഇവിടുത്തെ ലഹരി ഉപയോഗം അനിയന്ത്രിതമായി കൂടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. ഇതോടുകൂടിയാണ് അദ്ദേഹം 12-ാം തീയതി ഒരു പരാതി നൽകുന്നത്. പോലീസിൽ നൽകുന്ന പരാതി ഇത്തരത്തിലാണ്. ഹോളി ആഘോഷം 14-ാം തീയതി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് പരിശോധനകൾ നടത്തണം. ഹോളി ആഘോഷത്തിന് ലഹരി വാങ്ങുന്നതിനായി ഒരു പണപ്പിരിവ് നടക്കുന്നു. ആ പണപ്പിരിവിൽ കഞ്ചാവ്, മദ്യം കൂടാതെ മറ്റ് ലഹരി മരുന്നുകൾ വാങ്ങി അവിടെ അനിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ നിരീക്ഷണത്തിനായി വിട്ടു നൽകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. എന്തായാലും അദ്ദേഹത്തിന്റെ പരാതി നൽകിയിരിക്കുന്നത് കൊച്ചി DCPക്കാണ്. അതും അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകി അന്ന് രാത്രി തന്നെ പോലീസ് പരിശോധന നടത്തുന്നു. പുലർച്ചയോടുകൂടി ഈ വിദ്യാർത്ഥികൾ പിടിയിലാകുകയും ചെയ്യുന്നുണ്ട്. 2 കിലോയോളം കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പൽ തന്നെയാണ് ആ കോളേജിൽ അനിയന്ത്രിതമായ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്നും അത് ഉടൻ തന്നെ പിടികൂടണമെന്നും കാട്ടിക്കൊണ്ട് പോലീസിൽ പരാതി നൽകുന്നത്. സേതു. ഓക്കെ സഹിൻ.